ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഈദ് സ്പെഷ്യലായിട്ടുള്ള ഒരു വെറൈറ്റി പുഡിംഗ് റെസിപ്പി ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിംഗ് റെസിപ്പിയാണ് കേട്ടോ. അതിനൊരു 2-3 ലെയറൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു പുഡിംഗ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ചൈന ഗ്രാസോ ജലാറ്റിനൊന്നും ഇല്ലാണ്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഈ ഒരു റെസിപ്പി തന്നെ ചൈന ഗ്രാസൊക്കെ വെച്ചിട്ടും ചെയ്യാം കേട്ടോ, അതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അത് തിളപ്പിക്കുന്നതിന് മുന്നേ തന്നെ ഒരു ബൗളിലേക്ക് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/2 ലിറ്റർ പാലിലേക്ക് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം പാല് തിളപ്പിക്കാൻ വെച്ചിട്ടില്ല, അതിന് മുന്നേ തന്നെ അതിൽ നിന്ന് കുറച്ച് പാൽ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഒട്ടും കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കണം. അതിനുശേഷം നമുക്ക് പാല് തിളപ്പിക്കാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ 1/2 ലിറ്റർ പാൽ എന്ന് പറയുമ്പോൾ മിൽമയുടെ ഒരു പാക്കറ്റ് പാലാട്ടോ എടുത്തിട്ടുള്ളത്. 1/2 ലിറ്ററിൽ കുറച്ച് കൂടുതലുണ്ട്, അതാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ഒരു പാല് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വേറൊരു ബൗൾ എടുത്തിട്ട് ഒരു 5 രൂപയുടെ പാക്കറ്റ് ഒരു ബൂസ്റ്റ് പൗഡർ, ഇപ്പോൾ ബൂസ്റ്റ് പൗഡറിൻ്റെ പാക്കറ്റ് എല്ലാം നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് പൗഡർ എടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് ഈ ഒരു ചൂടായ പാൽ ഒഴിച്ചെടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക കേട്ടോ. ഇതിലേക്ക് തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കരുത്, അപ്പോൾ അത് കട്ട കുത്തും. ചൂടായ പാൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ടത് ഈ ഒരു പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നേരിട്ട് കൊടുത്താൽ ചിലപ്പോൾ കട്ട കുത്തും കേട്ടോ. പിന്നെ അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ആദ്യം ഒരു 1/4 കപ്പ് ചേർത്തു. പിന്നെ മധുരം കുറവാന്ന് തോന്നുമ്പോൾ വീണ്ടും 2 ടേബിൾ സ്പൂൺ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം 1/4 കപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തില്ല. പുഡിങ്ങിലേക്ക് അത്യാവശ്യം മധുരം വേണമല്ലോ, തണുത്ത് വരുമ്പോൾ ഒന്നുകൂടെ നല്ല മധുരം വേണ്ടി വരും. അപ്പോൾ വീണ്ടും 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് അപ്പോൾ 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ഈ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റിയാവും. ഇത് തന്നെ നല്ല ടേസ്റ്റിയാണ്. അതിനുശേഷം നമുക്കതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലവറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിലിട്ട് കൊടുക്കുക. എന്നിട്ട് തുടരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, കൈ വിടാതെ ഇളക്കിക്കൊണ്ടേ അല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും, കട്ട കുത്തുമൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഈ ഒരു പരുവായിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ നമുക്കത് ഓഫ് ചെയ്യാം. ഇത്രയും മതി. ഇതിൽ കൂടുതലാക്കിയാൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ കഴിയില്ല, അപ്പോഴേക്കത് സെറ്റായി വരും. അപ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ് ബൗളാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ആ ഒരു ഗ്ലാസ് ബൗളിൽ ആ ചൂടോടുകൂടെ തന്നെ പെട്ടെന്ന് തന്നെ ചെയ്യാം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടില്ല. അത് ഒരു ലെയർ അങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഞാനിത് ആ മിൽക്ക് ബൈറ്റ്സിൻ്റെ ബിസ്ക്കറ്റ്സ് ആണ്, ഏത് ബിസ്ക്കറ്റ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. അതിങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ്സ് വെച്ച് കൊടുക്കാം, ഗുഡ് ഡേ ആണെങ്കിൽ ഗുഡ് ഡേ ഒക്കെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ലെയർ നമ്മുടെ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കുക, ബൂസ്റ്റിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക. ഒക്കെ പെട്ടെന്ന് ആ ചൂടോടെ തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ ആ ഒരു ലെയറും വെച്ച് കൊടുത്തു. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് പഴം ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് മുഴുവനായിട്ട് നിരത്തി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പഴത്തിന് പകരം നിങ്ങൾക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം, പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. പൈനാപ്പിളൊക്കെ ഒന്ന് സോട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം, ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ലാസ്റ്റ് ഫൈനൽ ലെയറായിട്ട് നമുക്ക് ഈ ഒരു മിൽക്ക് മിക്സർ ബാക്കിയുള്ളത് മുഴുവനായിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക, സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിൾ പുഡിംഗ് ആണ്. എന്നാൽ ടേസ്റ്റും നല്ല ടേസ്റ്റാണ്, ബൂസ്റ്റിൻ്റെ ടേസ്റ്റും ഒക്കെ വരുന്ന സമയത്ത് നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഈ ഒരു പുഡിങ്ങിന് കിട്ടുന്നത്. അതുപോലെ തന്നെ ബിസ്ക്കറ്റ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള ഒരു പുഡിങ് തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 4-5 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചുറ്റും ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നട്ട്സ് വേണമെങ്കിൽ നട്ട്സ് ചേർത്ത് കൊടുക്കുക, അപ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. സിമ്പിൾ പുഡിംഗ് അല്ലേ. അപ്പോൾ ഈ ഒരു നമ്മളിപ്പോൾ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുത്തില്ലേ, അപ്പോൾ ആ ഒരു കോൺഫ്ലവറിന് പകരം നമ്മൾക്ക് ചൈന ഗ്രാസും യൂസ് ചെയ്യാം. 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ട് ഒരു 1 കപ്പ് വെള്ളത്തിൽ മെൽറ്റ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ആ ഒരു മിൽക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ ഡിഫറൻസ്. അതാകുമ്പോൾ ഒന്നുകൂടെ ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ്. ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുത്താൽ ഒന്നുകൂടെ നല്ല സോഫ്റ്റ് ആവാം. ഇങ്ങനെ ഒരു കട്ട് ചെയ്തുമ്പോഴൊന്നും അത്ര സോഫ്റ്റ് അല്ലാത്ത രീതിയിൽ നമുക്കറിയാമല്ലോ, ആ രീതിയിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം ആ രീതിയിൽ ചെയ്തെടുക്കാം. ഇത് കണ്ടോ നല്ലതായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. 2-3 ലെയറായിട്ടാണ് നമുക്ക് ഒരു പുഡിങ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. ഗൾഫ് കൺട്രീസിലൊക്കെ ഇന്നാണ് ഈദ് ആഘോഷിക്കുന്നത്, നമ്മുടെ നാട്ടിൽ നാളെയാണ് ഈദ് വരുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അഡ്വാൻസ്ഡ് ഈദ് മുബാറക്. താങ്ക്